പാരമ്പര്യവും സംസ്കാരവും ഒത്തുചേരുന്ന നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഇവിടെ ഓരോ കോണിലും ചരിത്രത്തിന്റെ ചുവടുകൾ കാണാം. അതിന് സാക്ഷിയായി അനവധി ക്ഷേത്രങ്ങളും കാവുകളുമുണ്ട്. ഇന്ന് അങ്ങനെയൊരു കാവിലാണ് ഡിവൈൻ ട്രെയിൽസ് ഉള്ളത്. വടക്കാഞ്ചേരി ചിറ്റണ്ടയിലെ പുതിയ കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത ചിറ്റണ്ടയിലെ ഗജ നാച്ചുറൽ പാർക്കിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ കേരളത്തിൽ തന്നെ പുതിയ ഭഗവതി തെയ്യവും ശാസ്തപ്പൻ തിറയും ഇവിടെയാണ് ആദ്യമായിട്ട് കൊണ്ടാടിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് പുതിയ ഭഗവതിയാണ്. ഉപപ്രതിഷ്ഠയായാണ് ശാസ്തപ്പൻ തിറയുള്ളത്. പുരാതന കാലം മുതൽ വടക്കൻ കേരളത്തിൽ നിലനിന്നു പോന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. കാലത്തോടൊപ്പം ഈ ദൈവിക പാരമ്പര്യത്തിന്റെ ചുവടുകൾ മധ്യ കേരളത്തിലേക്കും വ്യാപിച്ചു. അതിന് തെളിവായി നിലകൊള്ളുന്നതാണ് ചിറ്റണ്ട ഗജ നാച്ചുറൽ പാർക്കിലെ പുതിയ കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഏപ്രിൽ 3 ഇവിടെ മധ്യ കേരളത്തിൽ തന്നെ ഏറെ പ്രസിദ്ധമായ കളിയാട്ട മഹോത്സവം നടന്നത്. എന്നാൽ ഈ പുതിയകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഇവിടെ സ്ഥാപിതമായതിൻ്റെ പിന്നിൽ അതീവ ആകർഷകമായ ഒരു സംഭവകഥയുണ്ട്. ചിറ്റണ്ട ഗജ നാച്ചുറൽ പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതിനിടെ നിരവധി സാങ്കേതിക തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. മൂലകാരണം അന്വേഷിച്ച ബന്ധപ്പെട്ടവർ പ്രശ്നചിന്ത നടത്തുകയും പ്രശ്നവിധിയാൽ അവിടെ ഒഴുക്ക് ശിലയിൽ മറഞ്ഞിരിക്കുന്ന മഹാദേവിയുടെ ദിവ്യ ചൈതന്യം വെളിപ്പെടുകയും ചെയ്തു. ഭഗവത് സാന്നിധ്യം തിരിച്ചറിഞ്ഞ അവർ അനുയോജ്യമായ പരിഹാരക്രിയകളും അനുഷ്ഠാനങ്ങളും ആരംഭിച്ചു. പിന്നീട് മനസ്സിലായത് ഇവിടെ സാന്നിധ്യമുള്ളത് വടക്കൻ സമ്പ്രദായത്തിൽ കെട്ടിയാട്ടം നടത്താവുന്ന ദേവതാ ചൈതന്യമാണെന്നാണ്. ദേവിയുടെ ഭാവം, രസം, ഗുണം, ഗന്ധം, സ്പർശം, രൂപം തുടങ്ങിയ വിശേഷങ്ങൾ ആഴത്തിൽ പഠിച്ച ശേഷം അതിന് അനുയോജ്യമായ സ്തോത്രങ്ങളും സ്തുതികളും ഉൾപ്പെടുത്തി പ്രതിഷ്ഠാകർമ്മം പൂർത്തിയാക്കി. ഇങ്ങനെ ചിറ്റണ്ടയിലെ പുതിയ കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം വടക്കൻ പാരമ്പര്യത്തിന്റെ ഒരു പുതിയ അധ്യായമായി മധ്യ കേരളത്തിന്റെ ഭൂപടത്തിൽ ഇടം നേടി. ചിറ്റണ്ട പുതിയകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയാണ് ശാസ്തപ്പൻ എന്ന കുട്ടിച്ചാത്തൻ തെയ്യം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള കാളകാട്ടില്ലവുമായി ബന്ധപ്പെട്ടതാണ് ശാസ്തപ്പൻ തെയ്യത്തിൻ്റെ ഇതിവൃത്തം. ആ ഐതിഹ്യ കഥ ഇങ്ങനെയാണ്. സർവപ്രതാപങ്ങളും സമ്പത്തും പാണ്ഡിത്യവും ഉണ്ടായിരുന്നെങ്കിലും കാളകാട്ടില്ലത്തെ തിരുമേനിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. തിരുമേനിയും ആത്തോലമ്മയും അതിനായി കയറിയിറങ്ങാത്ത ക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത വഴിപാടുകളുമില്ല. ഒരിക്കൽ കൈലാസേശ്വരനായ ശിവൻ പാർവതീ സമേതനായി മലനാട്ടിലെത്തി. വള്ളുവ വേഷം ധരിച്ചെത്തിയ അവർക്ക് ഭൂമിയിൽ ഒരു പുത്രൻ ജനിച്ചു. കെട്ട മാസത്തിലെ കരിമ്പൂരാട നാളിൽ മണ്ണിതു കണ്ട മകൻ മനുഷ്യാതീതനാവുമെന്ന് തിരുവുള്ളം തിരിച്ചറിഞ്ഞു. കുഞ്ഞിവൻ്റെ കുഞ്ഞിക്കൂറ്റ് കരിമ്പാറയിൽ ചെമ്പുരുളും പോലെ, നെറ്റിത്തടത്തിൽ തെളിഞ്ഞുണരുന്ന ചന്ദ്രക്കല, കുറും കണ്ണുകളിൽ കെടുങ്കാല കുസൃതി തിളക്കം. പക്ഷേ മലനാട്ടിൽ പിറന്ന മകനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നതെങ്ങനെ? ശിവന്റെ സംശയം പാർവതിയെ വേദനിപ്പിച്ചു. കാട്ടിലുപേക്ഷിച്ചു പോകാൻ അവർ തയ്യാറായില്ല. മകനൊരുത്തിനു വേണ്ടി മനമുരുകുന്ന ഒരു മാതാവുണ്ട് കാളകാട്ടില്ലത്ത്. മകനിവനെ മാറോടണയ്ക്കും കാളകാട്ടമ്മ. അവർക്കിരിക്കട്ടെ അസാമാന്യനായ ഈ പൊന്മകൻ. അങ്ങനെ കാളകാട്ടിലത്തെ പടിക്കൽ കുട്ടിയെ ഉപേക്ഷിച്ച് ശിവപാർവതിമാർ കൈലാസത്തിലേക്ക് മടങ്ങി.
ആളുകൾ ഒഴുകിയെത്തി. ഇല്ലത്ത് ഉത്സവത്തിൻ്റെ പ്രതീതിയായി. അവൻ വളർന്നു വന്നു. അസാമാന്യ ബുദ്ധിമാനായി തന്നെ അവൻ പെരുമാറി. എന്നാൽ വളർന്നു വരുംതോറും അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ദൃശ്യമായി. പഠിപ്പിൽ അസാമാന്യ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ അവൻ തയ്യാറായില്ല. തന്നെ അനുസരിക്കാത്തതിന് ഗുരുനാഥൻ അവനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. അതിൽ കുപിതനായ ചാത്തൻ ഗുരുവിന് നൽകിയ ഗുരുദക്ഷിണ മരണമായിരുന്നു. ചാത്തൻ്റെ ഇത്തരം പ്രവൃത്തികളിൽ നമ്പൂതിരിയും ആത്തോലമ്മയും ദുഃഖിതരായി. ചാത്തൻ ഇല്ലത്ത് കാട്ടിക്കൂട്ടിയ അനർത്ഥങ്ങളിൽ സഹിക്കെട്ട് കാളകാടർ അവനെ കുട്ടിച്ചാത്തൻ എന്ന കുറ്റപ്പേര് വിളിച്ചു. പിന്നീട് അവൻ്റെ വിളിപ്പേര് അതായി മാറി. ഇല്ലത്തെ സ്വൈര്യജീവിതം അസാധ്യമായപ്പോൾ തിരുമേനി ദൂരെ തൻ്റെ കാലിത്തൊഴുത്തിലേക്ക് കാലികളെ പരിപാലിക്കാനായി അവനെ അയച്ചു. കാടും കുന്നും കയറിയിറങ്ങി കാലികളുടെ കൂടെ അവൻ നീങ്ങു നടന്നു. മൃഗങ്ങളോടൊപ്പം കഴിയുന്നത് അവൻ ശീലമാക്കി. നാളുകൾ കടന്നുപോയി. അവനൊരാഗ്രഹം, അമ്മയെ കാണണം. സ്വർണ്ണക്കിണ്ടിയിൽ അമ്മ തരുന്ന പാല് കുടിക്കണം. പാല് ചോദിച്ചെത്തിയ അവനോട് കാളകാട്ടമ്മ കുപിതയായി. പൊൻകിണ്ടിയിലല്ല, മൺകിണ്ടിയിലാണ് നിനക്ക് പാൽ തരേണ്ടത്. ഇല്ലത്തെ സമാധാനം കളഞ്ഞവൻ ദുഷ്ടൻ. ചാത്തൻ്റെ മുഖം ചുവന്നു, കണ്ണുകളിൽ തീ പടർന്നു. ഇത് കണ്ട കാളകാട്ടമ്മ അകത്ത് കയറി വാതിലടച്ചു. പ്രതികാരാഗ്നി ആളിക്കത്തി അവൻ അതിഘോരമായി അട്ടഹസിച്ചു. കാടുകൾ വിറങ്ങലിച്ചു നിന്നു. മേഞ്ഞു നടന്ന കാലികൾ നടുങ്ങി വിറച്ചു. ചാത്തൻ കാളയുടെ കഴുത്തറുത്ത് ചുടുചോര കുടിച്ചു. പിറ്റേന്ന് പുലർച്ചെ എന്നും എന്ന പോലെ ചെമ്പൻ കാളയെ കണി കാണാനെത്തിയ കാളകാടർ കാളയെ കാണാഞ്ഞ് കാരണമാരാഞ്ഞു. കാള കുന്നുകയറി കൈലാസം പൂകിയെന്ന് കുട്ടിച്ചാത്തൻ മറുപടി പറഞ്ഞു. ഇത് കേട്ട കാളകാടർ അരിശം പൂണ്ട് ചാത്തനെ കാഞ്ഞിരക്കോലുകൊണ്ട് കലി തീരെ തല്ലി വലിച്ചു. ഒട്ടും കുറ്റബോധം തീണ്ടാത്ത ചാത്തൻ ഒരു കല്ലെടുത്ത് ആത്തോലമ്മയുടെ നേരെ എറിഞ്ഞു. ഈ പൊട്ടിത്തെറിച്ച സന്തതിയെ ഒതുക്കാൻ എന്തു വേണമെന്ന് കാളകൂടർ കൂടി ആലോചിച്ചു. കാഞ്ഞിരക്കോൽ മുറിയോളം തല്ലുകിട്ടിയിട്ടും പഠിക്കാത്തവനാണ്. ഒടുവിൽ ചാത്തനെ കാടന്മാർ പിടിച്ചുകെട്ടി കാഞ്ഞിരപ്പുഴ കടവിലെത്തിച്ചു. കടവിലെ കരിങ്കല്ലിൽ അവനെ ചേർത്ത് കെട്ടി. കാട്ടുമൂപ്പൻ ഉറഞ്ഞു തുള്ളി. അതിശക്തമായ പേമാരിയും കാറ്റും വന്നു. കാട്ടുമൂപ്പൻ കൈവാൾ ആഞ്ഞു വീശി ചാത്തൻ്റെ തലയറ്റു വീണു. കുട്ടിച്ചാത്തനെ വകവരുത്തിയ വിവരം പറയാനായി ഇല്ലത്തെത്തിയ കാടന്മാർ കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ഇല്ലത്തിൻ്റെ മുറ്റത്ത് കണ്ണുമിഴിച്ച് ചാത്തൻ നിൽക്കുന്നു. എവിടെ തിരിഞ്ഞാലും ചാത്തൻ. പൂജാദ്രവ്യങ്ങൾ കാറ്റിൽ പറന്നു. പാത്രങ്ങൾ വീണുടഞ്ഞു. എങ്ങും ചാത്തൻ്റെ അട്ടഹാസം മാത്രം. ഇതറിഞ്ഞ് പ്രഗത്ഭരായ മന്ത്രവാദികളെത്തി. അവർ ചാത്തനെ തങ്ങളുടെ മന്ത്രശക്തി ഉപയോഗിച്ച് മന്ത്രക്കളത്തിലിരുത്തി. ചാത്തൻ്റെ ശരീരം വെട്ടിനുറുക്കി 398 കഷ്ണങ്ങളാക്കി ഹോമകുണ്ടത്തിൽ കത്തിച്ചു. എന്നാൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ച പുകച്ചുരുളുകളിൽ നിന്നും 100 കണക്കിന് ചാത്തന്മാർ ഉയർന്നു വന്നു. എല്ലാവരും ഭയന്നോടി. ഒടുവിൽ ഓടിച്ചെന്ന് പെരുമലയനിൽ അഭയം പ്രാപിച്ചു. അനർത്ഥങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചാത്തൻ്റെ തെയ്യക്കോലം കെട്ടിയാടണമെന്ന് പെരുമലയന് വെളിപാടുണ്ടായി. അങ്ങനെയാണ് കുട്ടിച്ചാത്തൻ അഥവാ ശാസ്തപ്പൻ തെയ്യം ആദ്യമായി കെട്ടിയാടിയത്. അത്രയും ശക്തിയുള്ള ശാസ്തപ്പൻ തെയ്യം തന്നെയാണ് ചിറ്റണ്ടയിലെ പുതിയകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലുള്ളതെന്നാണ് വിശ്വാസം. ചിറ്റണ്ട പുതിയകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പുത്തരി വെള്ളാട്ട മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റണ്ടയിലെ പുതിയ ഭഗവതി ഈ നാട്ടുകാരെ മുഴുവൻ സംരക്ഷിക്കാനായി എത്തിയതെന്നാണ് വിശ്വാസം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നതും പുതിയ ഭഗവതി തന്നെയാണ്. ഉപപ്രതിഷ്ഠയായിട്ടുള്ളതാണ് ഇവിടുത്തെ ശാസ്തപ്പൻ ചിറ.
പാരമ്പര്യത്തിന്റെ മണവും സംസ്കാരത്തിന്റെ ചായവും നിറഞ്ഞ നാടാണ് നമ്മുടെ കേരളം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഇത്തരം കാവുകളും ക്ഷേത്രങ്ങളും. ആ ഓർമ്മയിലൂടെ നമ്മുടെ നാടിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡിവൈൻ ട്രെയിൽസിൽ ഇനി അടുത്ത എപ്പിസോഡുമായി കാണാം.